പതിമൂന്നാമത് കോഴിക്കോട് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയെ ആവേശത്തോടെയാണ് സിനിമാസ്വാദകർ വരവേറ്റത്. ടാഗോർ ഹാളിലേക്ക് ജനപ്രവാഹമായിരുന്നു. പോളിസ് സംവിധായകൻ ആന്ദ്രേ വൈദയുടെ ആഷസ് ആൻഡ് ഡയമണ്ട്, സ്പാനിഷ് ചിത്രം മോട്ടോർ സൈക്കിൾ ഡയറീസ്, ലീന യാദവിന്റെ പാർച്ചിട് തുടങ്ങി 4 ചിത്രങ്ങളാണ് ആദ്യ ദിനം പ്രദർശനത്തിനായെത്തിയത്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഫിപ്രസി പുരസ്കാരം നേടിയ മെക്സിക്കൻ ചിത്രം വെയർഹൌസ്ഡ് നിറഞ്ഞ സദസ്സിലാണ് പ്രദർശിപ്പിച്ചത്. ചലച്ചിത്രമേളയുടെ തുടക്കം തന്നെ മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. സിനിമ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കാതെ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ നല്ല സിനിമകൾ കാണിക്കുക എന്നുള്ളത് ഇത്തരം പ്രയാസങ്ങൾ ലഭിക്കുന്നത് വെച്ചാൽ ഒരു പക്ഷേ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ എത്തിപ്പെടാൻ കഴിയാത്തവർക്ക് നല്ലൊരു അവസരമാണ് ഇങ്ങനത്തെ ഒരു സംഗതി ഉള്ളതെന്നുള്ള അഭിപ്രായം. പണ്ടത്തെക്കാളും നന്നായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക്, കാണികൾക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കലാസ്വാദകർക്ക് പല സിനിമകളും വേൾഡ് ക്ലാസിക് സിനിമകൾ കാണാനുള്ള അവസരം ഉണ്ടായി തന്നുകൊണ്ട് വളരെ സന്തോഷം. സിനിമാസ്വാദകരിൽ കാഴ്ചയുടെ വർണ്ണവസന്തം തീർക്കാൻ ഒരുപിടി നല്ല സിനിമകളാണ് വരും ദിവസങ്ങളിൽ പ്രദർശനത്തിനായെത്തുക. റിപ്പോർട്ടർ, കോഴിക്കോട്.